നമസ്കാരം. 2025 അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ബിസിനസ് മേഖലയിലെ വിവിധ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഞങ്ങൾ മൈഫിൻ ബിസിനസ് ന്യൂസ് തുടരുകയാണ്. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഇനി നോക്കാം പ്രധാന വാർത്തകൾ. ₹1 കരുത്താർജിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇന്ത്യ US വ്യാപാര കരാർ നിർണായകമെന്നും റിപ്പോർട്ട്. ചൈനീസ് സ്റ്റീലിന് ഇന്ത്യയിൽ ഇനി ചുവപ്പ് സിഗ്നൽ. സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 11 മുതൽ 12% വരെ അധിക നികുതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വെള്ളിവിലയിൽ ഇടിവ്. ആശങ്കയിൽ കമ്മോഡിറ്റി മാർക്കറ്റ്. റാലി അവസാനിച്ചിട്ടില്ലെന്നും ആരോഗ്യകരമായ തിരുത്തലെന്നും വിപണി വിദഗ്ധർ. വോഡഫോൺ ഐഡിയയുടെ തലവര മാറ്റി എഴുതിയേക്കാവുന്ന സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ 87,695 കോടി രൂപയുടെ ബാധ്യത സർക്കാർ മരവിപ്പിച്ചു. വീഗാലാൻഡ് IPOയ്ക്ക് 250 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന IPOയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 545 പോയിന്റ് ഉയർന്ന് 85,220 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 190 പോയിന്റ് ഉയർന്ന് 26,129 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സഫാൻ ചേരുന്നു. സഫാൻ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത്? ഇന്നൊരു സെലിബ്രേഷൻ റാലി തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 0.74% മുന്നേറ്റം. അത് ടെക്നിക്കലി ഗുഡ് സ്റ്റേറ്റിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നിഫ്റ്റിയിൽ പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ആക്ഷനും ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. 0.69% മുന്നേറ്റത്തിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. കാരണം കറണ്ട് അപ്പോഴും ലാസ്റ്റ് 5 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം വരും ദിവസങ്ങളിൽ ഒരു മൊമെന്റം ഷിഫ്റ്റ് കാണാൻ സാധിക്കും എന്നതാണ്. അതുപോലെ ഓട്ടോ മേഖലയിലും ഇന്ന് മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 1% ഒരു കുതിപ്പായിരുന്നു ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഈ ഒരു മേഖലയിലും ഒരു സ്ട്രോങ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ ഒരു മേഖലയിലും നമുക്കൊരു മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ മേഖല, അതുപോലെ PSU ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ്, മെറ്റൽ, ഇവയെല്ലാം ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഡേ കൂടിയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. മെറ്റൽ ഇൻഡെക്സ് ഏകദേശം 1.45% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്ന മെറ്റൽ ഇൻഡെക്സ്, മെറ്റൽ ഓഹരികളെ ആയിരുന്നു നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. കാരണം റീസെന്റ് 12th ഡിസംബറിലാണ് ഒരു പാറ്റേൺ കണ്ടിന്യൂഷൻ, അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സഫാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 2026 രൂപ കരുത്താർജിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇന്ത്യ US വ്യാപാര കരാർ നിർണായകമെന്നും റിപ്പോർട്ട്. ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2026 ഡിസംബറോടെ രൂപ 88 നിലവാരത്തിലേക്ക് തിരിച്ചെത്തിയേക്കാം. 2026 മാർച്ചോടെ 87.94 എന്ന നിരക്കിൽ രൂപ സ്ഥിരത കൈവരിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നു. എന്നാൽ വ്യാപാര പ്രതിസന്ധികൾ തുടരുകയാണെങ്കിൽ രൂപയുടെ മൂല്യം 92 വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് നോമുറ, S&P ഗ്ലോബൽ എന്നിവ മുന്നറിയിപ്പ് നൽകുന്നു. രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിനായി റിസർവ് ബാങ്ക് ഇതിനകം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായുള്ള അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് രൂപയിൽ വായ്പ നൽകാൻ ബാങ്കുകൾക്ക് അനുമതി നൽകിയത് ഇതിന്റെ ഭാഗമാണ്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ 2026 രൂപയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ആഗോള വ്യാപാര കരാറുകളും വിദേശ നിക്ഷേപകരുടെ മനോഭാവവുമായിരിക്കും. അസ്ഥിരത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ കരുത്ത് രൂപയ്ക്ക് കരുത്താകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2025 മാത്രം അമേരിക്കൻ ഡോളറിനെതിരെ ഏകദേശം 5% ഇടിവാണ് രൂപ രേഖപ്പെടുത്തിയത്. ഇതിന് 3 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലുണ്ടായ അവ്യക്തത വിപണിയെ ഭയപ്പെടുത്തി.
വിപണിയിൽ നിന്ന് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിച്ചത് രൂപയ്ക്ക് കനത്ത ആഘാതമായി. സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി കുത്തനെ കൂടിയത് വിദേശ നാണ്യശേഖരത്തെ ബാധിച്ചെന്നും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സ്റ്റീലിന് ഇന്ത്യയിൽ ഇനി ചുവപ്പ് സിഗ്നൽ. സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 11 മുതൽ 12% വരെ അധിക നികുതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ തള്ളിവിട്ട് ആഭ്യന്തര കമ്പനികളെ പ്രതിസന്ധിയിലാക്കുന്ന ചൈനീസ് തന്ത്രത്തിനാണ് കേന്ദ്രത്തിന്റെ കനത്ത തിരിച്ചടി. 3 വർഷത്തേക്ക് നീണ്ടുനിൽക്കുന്ന താരിഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിശ്ചിത സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 11 മുതൽ 12% വരെ അധിക നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈന, വിയറ്റ്നാം, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ ഇറക്കുമതിയാണ് ഈ തീരുമാനം ബാധിക്കുക. എന്നാൽ ചില വികസ്വര രാജ്യങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 3 ഘട്ടങ്ങളിലായാണ് സുരക്ഷാ നികുതി നടപ്പിലാക്കുന്നത്. 2026 സാമ്പത്തിക വർഷം 12% അധിക നികുതി ഈടാക്കും. 2027 ഇത് 11.5%, 2028 11%. അതേസമയം എല്ലാ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും ഈ നികുതി ബാധകമല്ല. സ്പെഷ്യലൈസ്ഡ് സ്റ്റീൽ ഐറ്റങ്ങൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയെ ഈ പുതിയ താരിഫ് പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഏപ്രിലിൽ 200 ദിവസത്തേക്ക് ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണമാണ് ഇപ്പോൾ 3 വർഷത്തേക്ക് ദീർഘിപ്പിച്ചിരിക്കുന്നത്. നീക്കം ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, സെയിൽ തുടങ്ങിയ ഇന്ത്യൻ സ്റ്റീൽ ഭീമന്മാർക്ക് വലിയ ആശ്വാസമാകും. ഓഹരി വിപണിയിൽ സ്റ്റീൽ സെക്ടറിന്റെ മുന്നേറ്റത്തിന് ഇത് കരുത്തുപകരും. ഇറക്കുമതി കുറയുന്നതോടെ ആഭ്യന്തര വിപണിയിൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുമെന്നും വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെള്ളി വിലയിൽ ഇടിവ്. ആശങ്കയിൽ കമ്മോഡിറ്റി മാർക്കറ്റ്. റാലി അവസാനിച്ചിട്ടില്ലെന്നും ആരോഗ്യകരമായ തിരുത്തലെന്നും വിപണി വിദഗ്ധർ. രാജ്യത്തെ ഏറ്റവും വലിയ സിൽവർ ETF ആയ നിപ്പോൺ ഇന്ത്യ സിൽവർ ETF-ലും 11% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ തുടർച്ചയായ 3-ാം ദിനവും വെള്ളിവില ഇടിഞ്ഞതിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി, അന്താരാഷ്ട്ര എക്സ്ചേഞ്ചായ CME ഗ്രൂപ്പ് വെള്ളി ഫ്യൂച്ചേഴ്സിന്റെ മാർജിൻ തുക വർദ്ധിപ്പിച്ചു. ഇതോടെ വലിയ തോതിൽ കടമെടുത്ത് വ്യാപാരം നടത്തിയവർക്ക് തങ്ങളുടെ പൊസിഷനുകൾ വിറ്റൊഴിയേണ്ടി വന്നു. രണ്ടാമതായി, വർഷാവസാനമായതിനാൽ നിക്ഷേപകർ വ്യാപകമായി ലാഭമെടുത്തു. ഇതിനൊപ്പം അവധിക്കാലമായതിനാൽ വിപണിയിൽ ലിക്വിഡിറ്റി അഥവാ പണലഭ്യത കുറഞ്ഞതും തകർച്ചയുടെ ആക്കം കൂട്ടി. വിപണി വിദഗ്ധനായ അജയ് KDയുടെ അഭിപ്രായത്തിൽ വിപണി ഓവർബോട്ട് അവസ്ഥയിലായിരുന്നു. അതായത് വില അമിതമായി ഉയർന്നു നിന്ന അവസ്ഥയിൽ ഒരു തിരുത്തൽ അനിവാര്യമായിരുന്നു. സെപ്റ്റംബർ-ഒക്ടോബർ കാലയളവിൽ മുൻപും ഇത്തരത്തിൽ 18% വരെ ഇടിവ് വെള്ളിക്കുണ്ടായിട്ടുണ്ട്. എങ്കിലും വെള്ളിയുടെ തിളക്കം പൂർണ്ണമായും മങ്ങിയിട്ടില്ല. സോളാർ പാനലുകൾ, ഇലക്ട്രോണിക്സ്, ഡാറ്റാ സെന്ററുകൾ എന്നിവയിൽ വെള്ളിയുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഔൺസിന് $72 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇത് $60 വരെ താഴാൻ സാധ്യതയുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ $85 മുതൽ $90 വരെ ഉയരാമെന്നാണ് പ്രവചനം. അന്താരാഷ്ട്ര വിപണിയിൽ $70.40 എന്നത് നിർണായക സപ്പോർട്ട് ലെവലാണ്. ഇത് തകർന്നാൽ വില $65 വീഴാം. എന്നാൽ MCX-ൽ 2,36,000 രൂപയ്ക്ക് മുകളിൽ വെള്ളിവില തുടരുകയാണെങ്കിൽ വരും മാസങ്ങളിൽ 2,45,000 മുതൽ 2,60,000 രൂപ വരെയായി വില ഉയരാൻ വീണ്ടും സാധ്യതയുണ്ട്. ഈ ഇടിവ് ഒരു വീഴ്ചയല്ല, മറിച്ച് വിപണിയുടെ കരുത്തു കൂട്ടാനുള്ള ഒരു ഹെൽത്തി റീസെറ്റ് മാത്രമാണെന്നാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോഡഫോൺ ഐഡിയയുടെ തലവര മാറ്റിയെഴുതിയേക്കാവുന്ന സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ 87,695 കോടി രൂപയുടെ ബാധ്യത സർക്കാർ മരവിപ്പിച്ചു. ഇന്ത്യൻ ടെലികോം ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വോഡഫോൺ ഐഡിയ നൽകാനുള്ള അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ അഥവാ AGR കുടിശ്ശികയിലാണ് 5 വർഷത്തെ മൊറട്ടോറിയം അനുവദിച്ചത്. ഇതോടെ അടുത്ത 5 വർഷത്തേക്ക് ഈ വൻതുക അടയ്ക്കാൻ കമ്പനിക്ക് ബാധ്യതയില്ല. എന്ന് മാത്രമല്ല, ഈ മൊറട്ടോറിയം കാലയളവിൽ ₹1 പോലും പലിശ ഈടാക്കുകയുമില്ല. ഈ ആശ്വാസം സൗജന്യമല്ല, മറിച്ച് ദീർഘകാലത്തേക്കുള്ള സാവകാശമാണ്. മരവിപ്പിക്കപ്പെട്ട ഈ തുക 2032 സാമ്പത്തിക വർഷം മുതൽ 2041 വരെ 10 വർഷം കൊണ്ട് തവണകളായി അടച്ചു തീർക്കണം. ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ ഓഡിറ്റിംഗിന് ശേഷമായിരിക്കും അന്തിമ തുക നിശ്ചയിക്കുക. അതേസമയം 2018-19 വർഷങ്ങളിലെ പഴയ കുടിശ്ശികയ്ക്ക് ഇളവില്ല. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ആ തുക 2026 മുതൽ 2031 വരെയുള്ള കാലയളവിൽ കമ്പനി കൃത്യമായി അടച്ചു തീർക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ ആശ്വാസം ലഭിച്ചിട്ടും വോഡഫോൺ ഐഡിയ ഓഹരികൾ ഇടിവിലാണ്. ഒന്നാമതായി, പഴയ കുടിശ്ശിക ഉടൻ നൽകണം എന്ന വെല്ലുവിളി ഇപ്പോഴും കമ്പനിക്ക് മുന്നിലുണ്ട്.
രണ്ടാമതായി, ഭാവിയിലെ വമ്പൻ തിരിച്ചടവുകൾ കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിക്കുമോ എന്ന ആശങ്ക. ഇതാണ് ഇടിവിന് കാരണമായത്. വോഡഫോൺ ഐഡിയയിൽ കേന്ദ്ര സർക്കാരിന് നിലവിൽ 49% ഓഹരി പങ്കാളിത്തമുണ്ട്. കമ്പനി തകർന്നാൽ അത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക നഷ്ടമാകും. ഇതായിരിക്കും സർക്കാർ നീക്കത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വീഗാലാൻഡ് IPOയ്ക്ക് 250 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന IPOയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വീഗാർഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ വീഗാലാൻഡ് പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് വഴി 250 കോടി രൂപ സമാഹരിക്കുന്നതിനായി സെബിയിൽ കരട് പേപ്പറുകൾ സമർപ്പിച്ചു. ചൊവ്വാഴ്ച സമർപ്പിച്ച ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രകാരം ഓഫർ ഫോർ സെയിൽ ഘടകം ഇല്ലാത്ത പൂർണ്ണമായും പുതിയ ഓഹരികളുടെ ഇഷ്യൂവാണ്. 111.60 കോടി രൂപ വരെ കണക്കാക്കിയിരുന്ന നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ പ്രൊജക്ടുകൾ വികസിപ്പിക്കുന്നതിനുള്ള പണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ബാക്കി തുക ഭാവിയിലെ ഭൂമി ഏറ്റെടുക്കലിനും പൊതു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കും. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കേരളത്തിലെ ബഹുനില റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പദ്ധതികളുടെ ആസൂത്രണം, വികസനം, വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വികസന കമ്പനിയാണ്. 2025 ഒക്ടോബർ 31 വരെ കമ്പനി 11.05 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 10 റെസിഡൻഷ്യൽ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ 1267 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 9 നിലവിലുള്ള പദ്ധതികളുമുണ്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 7.20 ഏക്കർ ഭൂമി കരുതൽ ശേഖരവും കമ്പനി നിലനിർത്തുന്നു. ഇവ ഭാവിയിലെ റെസിഡൻഷ്യൽ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,395 രൂപയിലും പവന് 99,160 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 10,190 രൂപയായി. വെള്ളി വിലയും കുറഞ്ഞു. ഗ്രാമിന് 17 രൂപ താഴ്ന്ന് 243 രൂപയിലാണ് വ്യാപാരം നടന്നത്.